വീട്ടിൽ ഒന്നും ശരിയായി ചെയ്യാൻ തയ്യാറാകാത്ത ഭാര്യമാര്. എത്ര പ്രാവശ്യം ഒരു കാര്യം തന്നെ പല 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 ആവർത്തി പറഞ്ഞാലും അത് കേൾക്കാൻ തയ്യാറല്ലാത്ത ഭാര്യമാര്. ഭർത്താവ് ചെയ്യുന്ന എത്ര നല്ല കാര്യങ്ങളെയും ഒട്ടും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ഭാര്യമാര്. അതുപോലെ തന്നെ ഭർത്താവ് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ടാപ്പിൽ നിന്ന് വെള്ളം ഞാൻ തുറന്നു വിടുന്ന പോലെ എന്ന് ഭർത്താവിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് ഒരു അർത്ഥമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യമാര്. അനാവശ്യവും അമിതമായ പണച്ചെലവ് വരുത്തി വെക്കുന്ന ഭാര്യമാര്. എപ്പോഴും കോപാകുലയായി നിൽക്കുന്ന ഭാര്യമാര്. ഭർത്താവിന്റെ വീട്ടുകാർക്ക് യാതൊരു വിലയും കൊടുക്കാൻ തയ്യാറാവാത്ത ഭാര്യമാര്. മാനസിക വൈകല്യം ഉള്ള ഭാര്യമാര്. അപകർഷതാബോധം തുല്യമായി വേട്ടയാടപ്പെടുന്ന ഭാര്യമാരുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, എനിക്ക് സൗന്ദര്യമില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരു വക പറയാൻ പറ്റത്തില്ല. അപ്പോഴേ അപകർഷതാബോധം വരും, സൗന്ദര്യം ഇല്ലാത്തതുകൊണ്ടാണ്. സത്യത്തിൽ ആ ഭർത്താവിന്റെ മനസ്സിൽ ഭാര്യയ്ക്ക് സൗന്ദര്യം ഇല്ലെന്നുള്ള ചിന്ത പോലും കാണത്തില്ല. പക്ഷെ ആ ചിന്ത നിരന്തരം പറഞ്ഞ് ഭാര്യമാര് ആ ഭർത്താവിനെ താൻ ഒരു കാണാൻ കൊള്ളാത്തതാണെന്ന് സ്ഥാപിച്ചെടുക്കും. അങ്ങനെയുള്ള ഭാര്യമാരെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഭാര്യമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആകാര പടിവ് മാത്രമല്ല. നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ സംസാര ശൈലി, നിങ്ങൾ ഉപയോഗിക്കുന്ന പദങ്ങള്, നിങ്ങളുടെ പെരുമാറ്റങ്ങള്, നിങ്ങളുടെ പുഞ്ചിരി, നിങ്ങളുടെ സ്നേഹം, ഇതെല്ലാം നിങ്ങളുടെ സൗന്ദര്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക.